നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ. ഇന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഒരുമിച്ച് പ്രഖ്യാപിച്ചു. ഇത് അപൂർവമാണ് സാർ, ഒരിക്കലും സംഭവിച്ചു എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവർക്ക് അറിയാവുന്നല്ലേ ഇത് ഇന്ന് വരും? പിന്നെ അല്ലാതെ ഈ സംസ്ഥാന സർക്കാരാണ് വാസ്തവത്തിൽ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? അതെ, ആദ്യം സാറിന് അപ്പോഴും അങ്ങനെ സംഭവിക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ ആക്കണോ? അത്രേ ഉള്ളൂ. എന്തിനാണ് എനിക്കത് ഇവരെന്ത് ചെയ്താലും ദേശീയ ചലച്ചിത്ര പുരസ്കാരം വരുമ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അന്ന് തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇവരെന്തിനാണ് ഇങ്ങനെ. ജൂറി അംഗങ്ങൾ ഇന്ന് ഒരു ദിവസം കൂടെ താമസിച്ചിട്ട് നാളെ കൊടുത്താലും മതിയല്ലോ. എത്ര ദിവസമായിട്ട് താമസിക്കുക. അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ അവോക്കി പോയിരുന്നു, നമ്മുടെ ആ കിൻഫ്രയിലുള്ള കിൻഫ്രയിൽ അവോക്കി ചെന്നപ്പോൾ അവിടെയാണ് ഈ ജൂറി അംഗങ്ങൾ. അവർക്ക് ആനിനെ അറിയത്തുള്ളൂ, അവർക്ക് ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് ആനഗസ്റ്റിനായിരുന്നു അവിടുത്തെ ഏക പെൺതരി. അപ്പോൾ ആനഗസ്റ്റിൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു എന്നോട്. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ പോയതാണ്, നമ്മുടെ ഒരു നടന്നില്ല. അപ്പോൾ അവർക്ക് ഒരു ദിവസം കൂടെ താമസിച്ചാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. സർക്കാർ എത്രയോ പൈസ പോകുന്നതല്ലേ, അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ കൊടുക്കണം. ഇന്നലെ പ്രഖ്യാപിക്കണം, ഞായറാഴ്ച കുഴപ്പമൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ. അതാ ഞായറാഴ്ച സോറി ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, വൈകിട്ട് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. അല്ല, അവധി ദിവസങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ പോകുന്നത് നല്ല വാർത്തയാവില്ലേ? എന്നിവേ അല്ല, ഇന്ന് പത്രമില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേണ്ട, അവർക്ക് ഒരു 2 ദിവസം വൈകാമല്ലോ, അത്രേ ഉള്ളൂ. എനിവേ അതിലും ആയിക്കോട്ടെ. എന്തായാലും ദേശീയ പുരസ്കാരം എനിക്ക് സന്തോഷമുള്ളത് മലയാള സിനിമയാണ് ഏറ്റവും മികച്ച സിനിമ ആട്ടം. മാത്രമല്ല മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്ത സൗദി വിളക്കാൻ നല്ല സിനിമയുമാണ്. അതെ അല്ലേ? തീർച്ചയായും കണ്ടിട്ടില്ല. അത് കണ്ടത് നല്ല സിനിമയാണ്, അതൊരു പുതിയ സിനിമയാണ്. ഈ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ സംസ്ഥാന തലത്തിൽ അവാർഡ് കിട്ടുന്ന സിനിമകളൊന്നും അല്ല ദേശീയ തലത്തിൽ കിട്ടും. അതെപ്പോഴും പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഒരു ബന്ധമില്ലാതെ വേറെ സിനിമയായിരിക്കും വരുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ അതിൻ്റെ മെറിറ്റ് നോക്കുന്നു. ഇവിടെ പൊളിറ്റിക്സ് ഉണ്ട്. അല്ല, അവിടെ ഫെയർ ആണ്. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ഫെയർ ആണ്, അവിടെ ഒരു ഇടപെടൽ ഉണ്ടാവില്ല. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, അവിടുത്തെ ആ ശ്രീപദിനാണ് മികച്ച ബാലതാരത്തുള്ള പുരസ്കാരം. നമ്മുടെ മറ്റേ മാളികപ്പുറത്തിൽ അഭിനയിച്ച കുട്ടി, ആ പെൺകൊച്ചിന് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു. ആ കൊച്ചാനിൽ അവിടുത്തെ നായിക ശരിയായത് ഷാവക്കല്ലേ കിട്ടിയത്, ആ പയ്യനാണ് കിട്ടിയത്. അപ്പം അത് വളരെ നല്ല കാര്യമാണത്. അതെ, പണ്ടേ അത് ഓസ്കാർ അവാർഡ് ഒരാൾക്ക് 2 മിനിറ്റ് നേരം സ്ക്രീനിൽ കിട്ടിയത് കൊണ്ട് കേട്ടിട്ടുണ്ട്, മികച്ച നടനുള്ള. അതുപോലെ നിത്യാമേനോൻ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചു. നിത്യാമേനോൻ അത്ര മികച്ച അഭിനയമുള്ളൊരു നടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുവേണ്ടി വേഷങ്ങൾ അവർ കിട്ടില്ല. ഈ പറഞ്ഞ സിനിമ തമിഴ് സിനിമ നമ്മളാരും കണ്ടിട്ടുമില്ല. അതെ, കണ്ടിട്ടുമില്ല. നമ്മൾ ദുർഗയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊമേഴ്സ്യൽ സിനിമയാണെന്ന് തോന്നുന്നത് കേട്ടിടത്തോളം. ധനുഷൊക്കെ അഭിനയിച്ചൊരു സിനിമ കണ്ടാണ് കാന്താര. എല്ലാവരും പ്രതീക്ഷ ഋഷഭ് ഷെട്ടി, അപ്പോൾ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ കിട്ടി. പക്ഷേ ഈ നിത്യാമേനോൻ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിന്ന് ചില വിലക്ക് ഏർപ്പെടുക്കപ്പെട്ട പോയ ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ നിത്യാമേനോൻ ഇവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം മറ്റു ചിലർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് മലയാള സിനിമയിൽ തന്നെ പടി വെച്ച് പിണ്ടം വെച്ച് പടി എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു പശ്ചാത്തലമൊന്നും അറിയത്തില്ല. അവർ ചില നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ഉറുമി സന്തോഷ്, ആ സിനിമയിൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പുണ്ട് അവരുടെ അഭിനയം. പിന്നെ കുറേ സിനിമ മനസ്സിൽ നിൽക്കും, പക്ഷേ എങ്കിലും അവർ അത്ര ഒരു അഭിനയ പ്രതിഭയുടെ നടിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ കരുതി ചിലപ്പോൾ പാർവതിക്ക് അങ്ങനെ കിട്ടുമെന്ന് നമ്മൾ സംശയിച്ചിരുന്നു. ഏത് സിനിമ? സംസ്ഥാന അവാർഡ് ഇപ്പോഴത്തെ അല്ല, സംസ്ഥാന അവാർഡ്. ദേശീയ അവാർഡ് വന്നിട്ടുണ്ട് 2022 ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ശരിയാണ്, പാർവതി സിനിമയിൽ അങ്ങനെ അധികം സജീവമല്ലായിരുന്നു. 2023 അവാർഡാണ് അവിടെ സംസ്ഥാനത്ത് വന്നു. അവിടെ നിൽക്കട്ടെ, നമുക്ക് സംസ്ഥാന അവാർഡിലേക്ക് വരാം. ഈ സംസ്ഥാന അവാർഡ് പുറത്ത് വന്നപ്പോൾ തന്നെ അവിടെയും ഇവിടെയും വെടിപൊട്ടിയിട്ടുണ്ട്. വേണു കുന്നപ്പള്ളി ഒരു പോസ്റ്റ് ഇട്ടു. നല്ല പ്രൊഡ്യൂസർ, നല്ല സിനിമ എടുത്തിട്ടുള്ള ആളാണ്. അയാളാണ് 2018 നിർമ്മാതാവ്. അതുപോലെ നമ്മുടെ മാമാങ്കൊക്കെ നിർമ്മിച്ച അദ്ദേഹമാണ് വേണു കുന്നപ്പള്ളി. അതുപോലെ നമ്മുടെ ജൂഡ് ആൻ്റണിയും വളരെ ഒരു എന്താ പറയുന്ന ഒരു ട്രോളിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇടത് ചേർന്നവരെ കുറിച്ച് പറഞ്ഞൊരു പോസ്റ്റ്. പുള്ളി നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരാളാണ്, തുറന്നു പറയുന്നത്. ഇടതുപക്ഷമല്ല, CPM അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, മാനവപക്ഷത്താണ്, കമ്മ്യൂണിസ്റ്റ് പക്ഷത്താണ്. പണ്ട് മാനവപക്ഷമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഹൃദയപക്ഷം എന്നൊക്കെ പറയാം. ഇപ്പം മാറി, ഹൃദയപക്ഷവും മാനവപക്ഷവും ഒക്കെ വേറെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അത് മാനവവിരുദ്ധ ഹൃദയവിരുദ്ധ പക്ഷമാണ്. എന്തായാലും അതേ കൂട്ടിയിട്ടുണ്ട്. അപ്പം അവരുയർത്തിയ വിഷയം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഈ ആടുജീവിതം ഇത്രയധികം പുരസ്കാരങ്ങൾ, അതിന് 10 പുരസ്കാരങ്ങൾ, 9 പുരസ്കാരം, ഇത്രയധികം പുരസ്കാരങ്ങൾക്ക് യോഗ്യതയുള്ളൊരു ചിത്രമാണോ? അത് കണ്ട പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. കണ്ട പ്രേക്ഷകരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും എഴുതിയത്, ഞാൻ പലരോടും ചോദിച്ചു, പേഴ്സണലി സംസാരിച്ച പലരും എന്നോട് പറഞ്ഞു ആറ് ബോറൻ സിനിമയാന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാം ഇതിനെ ഹൈപ്പ് ചെയ്തു. അല്ലാത്ത ഹൈപ്പായിരുന്നു. ഇത്രയും മീഡിയ ഹൈപ്പ് കിട്ടിയ സിനിമ ഈയിടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഈയിടയ്ക്കെന്നല്ല,
ഒരു സിനിമയും ഇത്രയും ഹൈപ്പ്, അതായത് ഹൈപ്പിൽ മാത്രം വിജയിപ്പിച്ചെടുത്തൊരു സിനിമയാണ് ആടുജീവിതം. ആ അധ്വാനം, ആ പരിശ്രമം നമ്മൾ പരിഗണിക്കണം. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും കാലം ചെലവഴിക്കുക, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നടൻ തൻ്റെ ശരീരം തന്നെ ചെറുതാക്കുക, അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ അധ്വാനവും ബ്ലെസ് നടത്തിയ അധ്വാനവും അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സിനിമ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്നത് പോലെ സംസ്ഥാന പുരസ്കാരം കിട്ടുന്നതിന് മഹത്താണെന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢിത്താണ്. ജനപ്രിയ നേടിയ ചിത്രമൊന്നും ഒരു അവാർഡും കിട്ടി. അതാണ് ഏറ്റവും അതാണ് അതായത് മികച്ച സിനിമ അതല്ല, കാതലാണ്. അതെ, ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന പുരസ്കാരം ഏറ്റവും തമാശയായി എനിക്ക് തോന്നിയത് കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രമെന്ന്. ഈ കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രം എന്ന് പറയുന്നതായിരുന്നു ഈ അടുത്ത കാലം വരെ, നമ്മുടെ നാടോടിക്കാറ്റ് വരുന്നത് വരെ മികച്ച സിനിമ എന്ന് പറയുന്നത് അവാർഡ് സിനിമയാണ്. അവാർഡ് സിനിമ തന്നെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് പിടിയില്ല. അതായത് നാടോടിക്കാറ്റ് വരുന്നതിന് മുമ്പ് വരെ ജനപ്രിയ നേടിയ ചിത്രം, നാടോടിക്കാറ്റ് വരുന്നത് വരെ മികച്ച സിനിമ എന്ന് പറയുന്നത് അവാർഡ് ചിത്രങ്ങളാണ്. അതായത് പത്മരാജൻ്റെയോ അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അങ്ങനത്തെ പ്രമുഖ ആ പടങ്ങൾ മാത്രമേ കൊടുക്കൂ. അപ്പം കാരണം അത് ആ തരത്തിൽ അവാർഡിന് വേണ്ടി ഉണ്ടാക്കണം, അല്ലാതെ ആ സിനിമ ഒരിക്കലും സാധാരണ സിനിമയായിട്ട് ഇറങ്ങാൻ പാടില്ലായിരുന്നു. നാടോടിക്കാറ്റാണ് ഇതിലാദ്യം മാറ്റം വരുത്തുന്നത്. നാടോടിക്കാറ്റിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു പൊളിച്ചെടുത്തായിരുന്നു. ഓർമ്മയുണ്ടോ? തീർച്ചയായും. അപ്പം അന്നു മുതൽ ആ ഒരൊറ്റ തീരുമാനം, എനിക്ക് അന്നത്തെ ജൂറി എടുത്ത ആ ഒരു തീരുമാനത്തോടെ ഈ അവാർഡ് പടം പൊളിഞ്ഞു പോയി. കാരണം ഈ അവാർഡ് പടം എന്ന് പറഞ്ഞ സാധനം ഇറക്കി അവാർഡ് കിട്ടുന്ന ഉറപ്പില്ലാതായി. അല്ല, വേറൊന്നും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അടൂരിൻ്റെ മതിലുകൾ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീനിവാസന്റെ വടക്കോക്ക് യന്ത്രത്തിന് മികച്ച സിനിമകൾ അവാർഡ് കിട്ടി. അതാ ഞാൻ പറഞ്ഞു, നാടോടിക്കാറ്റില്ല, വടക്കു നോക്കി യന്ത്രത്തിന്റെ ഞാൻ പറഞ്ഞ നാടോടിക്കാറ്റല്ല, വടക്കു നോക്കി MS സത്യമായിരുന്നു അന്ന് അവാർഡ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വടക്കു നോക്കി യന്ത്രത്തിന് അവാർഡ് കൊടുക്കുന്ന സമയം മുതൽ ആണ് ഈ അവാർഡ് കംപ്ലീറ്റ് മാറുന്നത്. അതുവരെ ഞാൻ എന്നെ തെറ്റിപ്പോയ നാടോടിക്കാറ്റ് സത്യമായിരുന്നു. അപ്പൊ സത്യമാണ് മലയാള സിനിമയിലെ അവാർഡിലെ യഥാർത്ഥത്തിൽ പൊളിച്ചെടുത്ത് നടന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിനിമ എടുക്കുന്നത് അവാർഡിന് വേണ്ടി സെപ്പറേറ്റ്. അതായത് നമ്മുടെ അടൂരിൻ്റെ ആണെങ്കിലും പത്മരാജൻ്റെ ആണെങ്കിലും മറ്റാരാണ്, ജോർജ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം പത്മകുമാർ, ഇവരൊക്കെ പടം എടുക്കുന്നത് അവാർഡിന് വേണ്ടി, മറ്റേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അവാർഡ് ജൂറിയുടെ മുമ്പിലെത്തുന്ന സിനിമ അവർക്കാണ് പുരസ്കാരം. മികച്ച ജനപ്രിയ സിനിമയാണ് ജനപ്രിയ കലാമൂല്യമുള്ള ജനപ്രിയ സിനിമയായിരുന്നു യഥാർത്ഥത്തിൽ അതുവരെ ഏറ്റവും മികച്ച സിനിമ. അതെ, കാരണം എന്ന് വെച്ചാൽ മറ്റേത് ജനത്തിന് അറിയണില്ല, ആരും കാണാറില്ല. നിങ്ങളിപ്പം സിനിമാ പ്രേമിയായോണ്ട് കാണുമായിരിക്കും, അല്ലാതെ ഒരു മനുഷ്യനും കാണാറില്ല. ഒരു തിയേറ്ററിൽ പല സിനിമയും തിയേറ്ററിൽ ഇറങ്ങാറില്ല. ഉച്ചപ്പടം തന്നെ പേര് മാത്രം കാണിക്കുന്ന സിനിമ അല്ല, പല സിനിമയും തിയേറ്ററിൽ ഇറങ്ങാറില്ല, പല സിനിമ ഇറങ്ങാറില്ല. അപ്പോൾ ഈ വടക്കു നോക്കി യന്ത്രം അത് മതിലുകളെ മാറ്റിക്കൊണ്ടാണ് കിട്ടിയത്. അതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വലിയ നഷ്ടമുണ്ടായി. ഈ അവാർഡ് ഇല്ലാതായതോടെ ഈ നല്ല സിനിമയും കുറഞ്ഞു. മാത്രമല്ല, ഈ നല്ല സിനിമക്ക് ഇത്തരത്തിൽ അവാർഡ്, നാഷണൽ അവാർഡ് ഒക്കെ കിട്ടുന്ന സിനിമക്ക് അന്ന് ദൂരദർശൻ നാഷണൽ നെറ്റ്വർക്ക് കാണിക്കും. അന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. പലരും ഇതുകൊണ്ടാണ് പിന്നെ തിരിച്ച് ജീവിച്ചു വരുന്നത്. അത് പോയി. പക്ഷേ അപ്പോൾ ഈ നല്ല സിനിമ ഏറ്റവും നല്ല സിനിമയ്ക്ക് തന്നെയായി. ആ വർഷം ഇറങ്ങുന്ന ഏറ്റവും നല്ല സിനിമയായിരിക്കും നല്ല സിനിമ. ഇത്തവണ കാതലാണ് ഏറ്റവും നല്ല സിനിമ. അതിൻ്റെ അകത്ത് ജനപ്രിയമായിരിക്കണം, കലാമൂല്യമുണ്ട്, എല്ലാം. ആ അർത്ഥത്തിൽ ശരിക്കും കൊടുക്കേണ്ട സിനിമ ഉള്ളൊഴുക്കാണ്. കാതൽ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, കാതൽ നല്ല സിനിമയാണ്, കാതൽ കൊടുത്താൽ തെറ്റില്ല. പക്ഷെ ഉള്ളൊഴുക്ക് അതുപോലെ തന്നെ മനോഹരമായ സിനിമ. എനിക്ക് ആകപ്പാടെ ഇതിലുള്ളൊരു കടുത്ത എതിർപ്പെന്ന് പറയുന്നത് ഉള്ളൊഴുക്കിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരങ്ങളും കൊടുക്കണ്ടായിരുന്നു പുതിയ സിനിമയെന്ന്. തീർച്ചയായും. പക്ഷേ അത് കൊടുത്തില്ല. പിന്നെ വേറൊരു കാര്യമാണ്, ഇത്തവണ ഭൂരിപക്ഷം സിനിമയും നവാഗതരുടേതായിരുന്നു. അതെ, പല സംവിധായകരുടെ പേരുണ്ട്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആരാണ്. സിനിമ അറിയാം. 30 സിനിമയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, അതിൽ 20 സിനിമയും നവാഗത സംവിധായകരുടേതായിരുന്നു. ഇത്തവണ വന്ന സിനിമയിൽ മഹാഭൂരിപക്ഷം അല്ല, മലയാള സിനിമയിൽ നവാഗത സംവിധായക സിനിമയാണല്ലോ പോടുന്നത്. അതെ. അപ്പം ഇവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ സിനിമ എന്ന പുരസ്കാരം എങ്ങനെ ഈ ആടുജീവിതത്തിന് കിട്ടി. കാരണം ആടുജീവിതത്തിൽ ഒരുപാട് മികവുകളുണ്ട്. അതിൻ്റെ ദൃശ്യഭംഗി, അതിന് ഛായാഗ്രഹണം, അതിന് പുരസ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. ഛായാഗ്രഹണം നല്ലതാണ്, സൗണ്ട് ക്വാളിറ്റി മോശമല്ല, നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവർ ഈ പറയുന്ന ഓസ്കാർ ഒന്നും കിട്ടേണ്ടതല്ലെങ്കിൽ സൗണ്ട് നല്ലതാണ്. അഭിനയം ഈ പുരസ്കാരം കിട്ടാൻ മാത്രമില്ലെങ്കിലും തരക്കേടില്ലാത്തതാണ്. പക്ഷെ ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ ആ പയ്യനെ ഗോകുൽ
അവന് കിട്ടിയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ പുരസ്കാരം. നല്ല പെർഫോമൻസ് ആയിരുന്നു അയാൾ. ആരാണെന്ന് ഞാൻ പലരും ചോദിക്കുന്നത്, ഈ നടൻ ആരാണെന്ന്. ഒരു ഗോകുൽ എന്ന് പറയുന്നതാണ്. ഇവനാണ് പൃഥ്വിരാജിനേക്കാൾ നന്നായി സത്യത്തിൽ ചെയ്ത. അവൻ ഈ ശരീരം ചെറുതാക്കാൻ പോയിട്ടില്ല. പൃഥ്വിരാജിന്റെ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പിന്റെ ഭാഗമായി സത്യം പറഞ്ഞാൽ അങ്ങനെ ശരീരം ചെറുതാക്കേണ്ട സീനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശരീരം ചെറുതാക്കിയത് ഇടയ്ക്ക് ആ ഉടുപ്പൂരി കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് അയാൾ ആ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്. ഇല്ലെങ്കിൽ ആർക്കും, കാരണം കുറേ അധികം ഷർട്ട് ഇട്ട് കുറേ അധികം വേഷം കെട്ടി പോകുന്നുണ്ട്. എന്തോ തന്നെ ഇത് കെട്ടിവെക്കുന്നത്. അപ്പം ഇവിടെ മികച്ച ജനപ്രിയ കലാമൂല്യ സിനിമ എന്ന് പറയുന്നത് 2018 ഇല്ലായിരുന്നെങ്കിൽ ഇതിന് കിട്ടാമായിരുന്നു. അതെ, ഞാൻ പറഞ്ഞ ഈ കലാമൂല്യമുള്ള ജനപ്രിയ സിനിമ എന്ന പുരസ്കാരം ആടുജീവിതത്തിന് കിട്ടാം 2018. ഈ 2018 എന്ന് പറയുന്നത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു അസാധാരണ സിനിമയാണ്. തീർച്ചയായും ഇല്ലേ? തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. അത് ഗംഭീര സിനിമ തന്നെയാണ്. ഗംഭീര സിനിമ. അത് ഞാൻ പറഞ്ഞ ആ സിനിമ കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ അതൊരു വെള്ളപ്പൊക്കക്കാലത്ത് ഉണ്ടാക്കിയത് അല്ലെന്ന്? ശരിക്കും അത് ഞാൻ നമ്മുടെ ആൻഡോയോട് ചോദിച്ചു. ആൻഡോയുടെ ഒരു പ്രൊഡ്യൂസർമാരുടെ ഒരാളാണ് ആൻഡോ ജോസഫ്. ആൻഡോ പറഞ്ഞു, ആ ചേട്ടൻ 2 ഏക്കർ സ്ഥലം എടുത്തിട്ടിട്ട് ആ സ്ഥലത്ത് വെള്ളം നിറച്ചുണ്ടാക്കിയതാണോ. ആ ഒരു സിനിമ കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ 2018 വെള്ളപ്പൊക്കത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സിനിമയാണ് കളക്ഷൻ റെക്കോർഡിട്ടത്. ആ സിനിമയാണ് എന്താണ് പറയുന്നത്, കലാമൂല്യം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ സിനിമയെ ഓസ്കാറിന് വരെ പരിഗണിക്കപ്പെട്ടു. ആ സിനിമയ്ക്ക് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ കാണിച്ച ഭരണാധികാരി ക്യാപ്റ്റൻ ആണെന്ന് അതിൽ പറയുന്നില്ലായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ലായിരുന്നു. ആ സിനിമയിലെ ഭരണാധികാരിയെ അല്ല ഈ രക്ഷിച്ചത്, മത്സ്യത്തൊഴിലാളികളും പള്ളിക്കാരൊക്കെയാണ്. അതായിരുന്നു ക്യാപ്റ്റൻ അല്ല രക്ഷിച്ചത്. അതാണ്. അപ്പം ക്യാപ്റ്റൻ അതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല. അത് മാത്രമല്ല, വേണുകുന്നപ്പിള്ള പറഞ്ഞ കറക്റ്റാണ്. ആ സിനിമയ്ക്ക് ഏതാണ്ട് ഒരു ചെറിയ പുരസ്കാരം കണ്ട് കൊടുത്തിട്ടുള്ളൂ. അത്രയും മലയാളത്തിലൊരു സിനിമയുണ്ടായി, ഓസ്കാറിന് വരെ പരിഗണിക്കപ്പെട്ടിട്ട് ആ സിനിമ പൂർണ്ണമായും അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഖേദകരമാണ്. അതേസമയം ഈ പറയുന്ന ആടുജീവിതം ഈ തള്ളി കയറ്റി വലത് കൊടുത്ത് എല്ലാ പുരസ്കാരം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, എല്ലാ പുരസ്കാരവും കൊടുത്തിരിക്കുന്നു. മികച്ച നടൻ, മികച്ച സിനിമയല്ലതാനും. ഇത് പണ്ട് അടൂർ സാറിൻ്റെ ഈ സ്വയംവരത്തിന് സംഭവിച്ചിട്ടുണ്ട്. സ്വയംവരം ആദ്യം ഇവിടെ കേരളത്തിൽ അവാർഡായിരുന്നു ആദ്യം നിശ്ചയിച്ചത്, ഒരു അവാർഡും കിട്ടിയില്ല. അതേസമയം അവിടെ ചെന്ന് ഡൽഹിയിൽ പോയപ്പോഴോ ഏറ്റവും നല്ല പുരസ്കാരങ്ങൾ കിട്ടി സ്വയംവരത്തിൽ. അതെ, അതാണ് എൻ്റെ കാര്യം. പക്ഷേ 2018 ഇനിയും കാലാവധി ഉണ്ട്. ദേശീയ പുരസ്കാരത്തിന് സാധ്യതയുണ്ട്. അതെ, ദേശീയ പുരസ്കാരം 2023 വരുമ്പോൾ പരിഗണിക്കപ്പെടാം. അപ്പം അതൊരു വളരെ എന്താ പറയുക, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെയല്ല ആവേണ്ടിയിരുന്നത്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സിനിമ 2018 അവഗണന പൊളിറ്റിക്കലാണ്, ഒരു സംശയവും വേണ്ട. കൃത്യമായ രാഷ്ട്രീയമാണ് 2018 തള്ളുന്നത്. അത് പലപ്പോഴും അവാർഡ് കമ്മിറ്റി അംഗങ്ങളായി LDF ഇരിക്കുമ്പോൾ നിശ്ചയിക്കുന്ന തന്നെ അവരെ സഹയാത്രികർ തന്നെ അവരെ വെക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റൊരു സംബന്ധിച്ച് അവർക്ക് ഈ കരയും സംസ്കൃതവുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് അർഹരായ ആരെങ്കിലും തന്നെ നിയമിക്കും സർക്കാർ. അതാണ് സംഭവിക്കാം പലപ്പോഴും. ദേശീയ പുരസ്കാരങ്ങൾ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. തീർച്ചയായും എക്കാലത്തും. മാത്രമല്ല അവിടെ ആ ചെയർമാനായിരിക്കുന്ന ആൾ വളരെ പ്രശസ്തനായ ഒരാളായിരിക്കാം. മലയാളത്തിൽ നമ്മളെ പലരും പ്രൈം മിനിസ്റ്റർ അവാർഡ് കമ്മിറ്റി ചെയർമാനായിരുന്നു നാഷണൽ അവാർഡ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രിയദർശനായിരുന്നു. ഇനി നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, അവാർഡിന് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടിയില്ല. അതെ, മമ്മൂട്ടി കിട്ടുമെന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും പൃഥ്വിരാജിന് കിട്ടി. അപ്പം 2 കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലുള്ള പോരാട്ടം എന്ന 2 കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഈ പോരാട്ടത്തിൽ പൃഥ്വിരാജ് ജയിച്ചു. അതിന് മാത്രമാണ്. മമ്മൂട്ടിയേക്കാൾ കേമനാണോ? നിങ്ങൾ എന്താണ്, മമ്മൂട്ടിയേക്കാൾ കേമനാണോ പൃഥ്വിരാജ്? ഒരിക്കലുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനേക്കാളും നല്ല നടൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ മറ്റേ ഇന്ദ്രജിത്താണ്. എനിക്ക് ഇന്ദ്രജിത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ പോലെ ഭയങ്കര അനായാസമായി അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ ഒരു കൃത്രിമം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ കുറച്ചുകൂടെ ആർട്ടിഫിഷ്യലായി തോന്നിയിട്ടുണ്ട്. മറ്റത് കൃത്യമാണ്. ഇന്ദ്രജിത്ത് അത്രയും മികച്ച നടനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയം നാച്ചുറൽ അല്ല, സ്വാഭാവികമല്ല. ഇപ്പം നമ്മൾ മോഹൻലാലിൻ്റെ സ്വാഭാവികതയുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തവണ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു പുരസ്കാരമുണ്ട്, മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം വിജയരാഘവൻ. അത് ഗംഭീരം. ഞാൻ പറയാതിരിക്കുകയായിരുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അദ്ദേഹത്തിന് പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര സന്തോഷം. ആ പണ്ടേ കിട്ടേണ്ടതല്ല അദ്ദേഹത്തിനൊക്കെ ശരിക്കും. ഇതുവരെ ഒരു പുരസ്കാരം കിട്ടിയിട്ടില്ല. കുട്ടേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതെ അതെ അതെ. ഞാൻ ഈ മലയാള സിനിമ മേഖലയിൽ പരിചയമുള്ള ആളുകളോട് സംസാരിക്കുമ്പം എല്ലാവരും ഒരേ ഭാഷയിൽ നല്ലത് പറഞ്ഞിട്ടുള്ള അപൂർവം നടന്മാരിൽ ഒരാളാണ്. ഒരാൾക്ക് പോലും
ഈ കുട്ടേട്ടനോട് ഒരു വിയോജിപ്പില്ല. ഇല്ല, അത് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ എൻ പിള്ള എന്ന് പറഞ്ഞ മഹാ ആചാര്യല്ലേ, അദ്ദേഹത്തിന് നടന്നു പറയാൻ പറ്റില്ല, അതിനേക്കാളും വലിയ മുകളിൽ നിൽക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ കുട്ടേട്ടനെ പോയി കണ്ടാൽ, എനിക്ക് കുട്ടേട്ടൻ എന്നുള്ള വിളിപ്പേര് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം, അദ്ദേഹം വീട്ടിൽ പോയതിനു ശേഷം എനിക്കും കുട്ടേട്ടൻ എന്തൊരു സിമ്പിൾ മനുഷ്യനാണ്. രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ ചെല്ലുന്നു, എനിക്ക് അഭിമുഖമാണ്. അത് കുമരകം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്ന സമയമാണ്. അപ്പോൾ കുമരകം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുമ്പോൾ നമുക്ക് ഒരു മാനസികമായി ഈ ഒപ്പിടാൻ പോയി എന്നുള്ളത് വരുത്താൻ വേണ്ടി ഞാൻ ആ സമയത്ത് എവിടെയെങ്കിലും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ആളുകൾ കുമരകം പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഈ ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ഷാജൻ സ്കറിയാണ്. പറഞ്ഞു, ആ ഭയങ്കര സന്തോഷം, എന്താണ്? അപ്പം പുള്ളിയാർ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഓർക്കണം. അപ്പം എന്താണ് ഞാൻ പറഞ്ഞിങ്ങനെ, എന്താണ് നാളെ? ഞാൻ പറഞ്ഞു, മറ്റന്നാളാണ്. ഞാൻ വീട്ടിലുണ്ട്. എപ്പം വരും? 10 മണി. 10 മണി, ശരി വന്നോളൂ. അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ആലോചിക്കുന്ന ഒരു 9:30 ഒപ്പിട്ടിട്ട് 10 ചെല്ലാം. ഞാൻ പറഞ്ഞു 10-10:30. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് അല്ല, അതിന് പിറ്റേ ദിവസം എന്നെ വിളിച്ചു. എത്ര പേരുണ്ടാവും? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ടീം 5 പേര് കാണും. കുഴപ്പമില്ല. എന്തൊക്കെ കഴിക്കും? ഞാൻ പറഞ്ഞു, എല്ലാം കഴിക്കും. നോൺ വെജ് കുഴപ്പമില്ലല്ലോ. എൻ്റെ രാജ്മോഹ, ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 9:30 എന്നെ ഫോണിൽ വിളിച്ചു. എപ്പോഴത്തേക്ക് വരും? ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലെത്തി, തൊട്ടടുത്താ, ഞാൻ നേരത്തെ പോരും, എപ്പം വെള്ളം പോരും. ഞാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. രാജ്മോഹൻ രാവിലെ അതായത് ജീവിതത്തിൽ ഞാനൊരു അഭിമുഖത്തിന് പോയിട്ട് ഇത്രയും സമയം കളഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു പോരുന്നത് എപ്പോഴാണെന്ന് അറിയാം? വൈകുന്നേരം 7 മണിക്ക്. അത്രയും മണിക്കൂർ. രാവിലെ 9:30 കഴിഞ്ഞപ്പം ഈ കുട്ടേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ വൈകുന്നേരം 7 മണിക്ക് ഉച്ചക്കത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് കരിമീനും സ്പെഷ്യൽ, അവിടുത്തെ ചില സ്പെഷ്യൽ, പുള്ളിയുടെ വൈഫ് ഉണ്ടാക്കുന്ന ചില സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി പുള്ളി തന്നെ വിളമ്പി, ഇതെല്ലാം കഴിഞ്ഞ് ഒതുക്കത്തിൽ കൊണ്ടുവന്നൊരു സ്മോളം തോന്നുന്നു. അയ്യോ, എന്തൊരു മനുഷ്യൻ, എന്തൊരു അപ്പം ഞാൻ പുരസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ട്. എന്തൊന്നും ബുദ്ധിമുട്ട്? എല്ലാവർക്കും പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് ഗാന്ധിജി മോശക്കാരനാണോ? പ്രേംനസീർ ഇത്രയും വർഷം സിനിമ അവാർഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അതെന്താ ചോദിച്ചു. ബഷീറിന് ഞാനിവിടെ കിട്ടിയിട്ടില്ലല്ലോ, കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ആ മനുഷ്യന് കൊടുത്തത് നന്നായി. പക്ഷെ അവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം വൃദ്ധനായിട്ട് അഭിനയിച്ചത്. അതിൽ നായകനല്ലേ? അതെ, മെയിൻ കഥാപാത്രം തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ഇവർ സഹനടനുള്ള ആസ്കാരം ആ മാനമുണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലായി. മുമ്പ് സഹനടനായിരുന്നു, ഇപ്പം മികച്ച സ്വഭാവം നടന്ന പേര് മാറ്റിയതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സഹനടന്മാർക്കുള്ള പുരസ്കാരമാണ്. സഹ എന്നുള്ള പേര് മാറ്റി സ്വഭാവം നടന്നുണ്ടാക്കി. ഇവിടെ ഈ ഇങ്ങനെ പുരസ്കാരം കൊടുക്കുമ്പോൾ ഇദ്ദേഹം നായകനല്ലേ? ഇവരെന്താ നായകനാകാൻ എന്താണ് അവരുടെ മാനദണ്ഡം? ഈ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരമല്ലേ കൊടുക്കട്ടെ? പിന്നല്ലാതെ. അല്ല, അതാണ് ഈ മനസ്സിലാകത്ത്. ഇത്തരം മാനദണ്ഡങ്ങൾ ആദ്യം മാറ്റണം മലയാള സിനിമയിൽ. മലയാള സിനിമയിൽ ഇപ്പോൾ ഹാസ്യഘടന അവാർഡുണ്ടായിരുന്നു, അങ്ങനെ അവാർഡുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലേ? അത് പിന്നെ നിർത്തി, എപ്പോഴും അങ്ങ് നിന്നു. അതുപോലെ മലയാളത്തിലെ മികച്ച നടൻ്റെ അവാർഡിൻ്റെ പേര് സത്യൻ അവാർഡെന്നും നടിക്കുള്ള അവാർഡിൻ്റെ പേര് മിസ് കുമാരി അവാർഡെന്നും ആയിരുന്നു. എപ്പോഴും അത് അവസാനിച്ചു. അപ്പോൾ ഇതൊന്ന് ചോദിക്കാനും പറഞ്ഞു പൊളിറ്റിക്സ് കയറി വരുന്നത് അതാണ്. അതുപോലെ രാജ്മോഹൻ ഇത് പറഞ്ഞ വഴിക്കാണ് ഈ 2023 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ഉള്ളൊഴുക്കുണ്ട്, നമ്മൾ നേരത്തെ കണ്ടുപോയിട്ടുള്ള 2018 നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ആടുജീവിതം. എന്തിനാണ് ഇവർ ഈ മറ്റേ സെൻസറിങ്ങിന് ഡേറ്റ് വെച്ച് ഫിക്സ് ചെയ്യുന്നത്? അത് ആ വ്യവസ്ഥ മാറ്റണം അല്ലേ? റിലീസ് ചെയ്ത ദിവസം ഞാൻ പറഞ്ഞത് ഭ്രമയുഗം എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ. ഞാൻ ആ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് സത്യത്തിൽ വൈകിയാണ് കണ്ടത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ നേരത്തെ ഇച്ചിരി നേരം ഒരു പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഈ ഭ്രമയുഗത്തിൻ്റെ ആ ഒരു വല്ലാത്ത ഒരു ഭയാനകത മനസ്സിൽ കിടക്കുവാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മമ്മൂട്ടി ഇങ്ങനത്തെ ഒരു വേഷത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം ഈ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം കണ്ടിട്ട് നമുക്ക് ആ മനുഷ്യനെ കണ്ട കാലെ തൊടാൻ തോന്നി. എന്തൊരു അഭിനയമാണ്! കാതലിലും അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ ഈ ഭ്രമയുഗവും കാതലും ഒരുമിച്ച് പരിഗണിച്ചായിരുന്നെങ്കിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അടുത്ത വർഷം മമ്മൂട്ടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, കാരണം നമുക്കറിയില്ല അടുത്ത വർഷത്തെ പുരസ്കാരം 2024 വേറെ സിനിമ ഉണ്ടാവുമോ എങ്ങനെയാണെന്ന് നടത്തുക. പക്ഷേ 2024 സിനിമയ്ക്ക് തീർച്ചയായും മമ്മൂട്ടിക്ക് തന്നെ കിട്ടേണ്ടതാണ്. മനസ്സിലായി. മമ്മൂട്ടി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മമ്മൂട്ടി ഇപ്പോൾ ഈ നവാഗത സംവിധായകന്മാരെല്ലാം സിനിമകളിൽ നിരന്തരം അഭിനയിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അത് മാറ്റി കൂട്ടുന്നതേ ഉള്ളൂ. മമ്മൂട്ടി മോഹൻലാൽ
വൈകിയാണ് അത്തരം ഡിസിഷൻസ് എടുക്കുന്നത്. അതെ അതെ. മമ്മൂട്ടി എക്കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം അടക്കം കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം എപ്പോഴത്തെ ഈ സമാന്തര സിനിമകളുടെ നല്ല സിനിമയുടെ ഭാഗമാകാൻ മമ്മൂട്ടി ശ്രമിച്ചത്. എപ്പോഴും അതിനുവേണ്ടി എന്തോരം വേണമെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞത് വിധേയനിലാന്ന് തോന്നുന്നു, അല്ല വിധേയനിലുണ്ട്, മതിലുകളിലുണ്ട്, അല്ല നമ്മുടെ ചന്ദ്രൻ്റെ പൊന്തന്മാട ഒത്തിരി അല്ല ആലോചിച്ച് നോക്കിയോ പൊന്തന്മാട. ഈ പൊന്തന്മാടയിലൊക്കെ മമ്മൂട്ടിയെ പോലൊരു നടൻ, അതായത് ഗ്ലാമർ ഒരു നിർണായക വിഷയമായിരിക്കുമ്പോൾ പൊന്തന്മാടയിൽ മമ്മൂട്ടിയെ പോലുള്ള അങ്ങനെ രൂപമാറ്റം അതൊക്കെ മമ്മൂട്ടിയുടെ ഒരു മാത്രം പ്രത്യേകതയാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടുള്ളൂ. മമ്മൂട്ടിക്ക് നമ്മളീ പറഞ്ഞ മോഹൻലാലിൻ്റെ അത്രയും എല്ലാ ഭാവങ്ങളും എല്ലാ റോളുകളും അഭിനയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അഭിനയിക്കുന്ന റോളുകളിൽ അസാധാരണമായ ഒരു പെർഫോമൻസാണ് മമ്മൂട്ടിയുടെ. ആ ഒരു ഡെഡിക്കേഷൻ മമ്മൂട്ടിയുടെ പ്രത്യേകത. അപ്പം ഈ മമ്മൂട്ടിക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട പുരസ്കാരമാണ് പൃഥ്വിരാജ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഓരോ മാനദണ്ഡങ്ങളാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, പൃഥ്വിരാജിന് ഇങ്ങനൊരു സിനിമ കിട്ടണമെന്നില്ല, ഇനി നാളെ കിട്ടണമെന്നില്ല. മമ്മൂട്ടിക്ക് ഇനിയാണെങ്കിലും കിട്ടും, പ്രമേയം ഓൾറെഡി ഉണ്ട്, ഇനി നാളെ മമ്മൂട്ടിക്ക്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ലക്കുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു അവസരം പൃഥ്വിരാജിന് കളയണ്ട എന്നൊരു തോന്നലാവാം. രണ്ട്, ഈ ആടുജീവിതം എന്ന് പറയുന്നത് ഹൈപ്പിൽ മാത്രം ഉയർത്തിക്കൊടുന്നൊരു സിനിമയാണ്, ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല, ഹൈപ്പിൽ മാത്രം ഉയർത്തിക്കൊടുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മീഡിയ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അടുത്ത കുടുംബ സുഹൃത്താണ് മണി സുചിത്ര എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ. അറിയാം, ഫാസിലിൻ്റെ സിദ്ദിഖ്ലാലിൻ്റെ എല്ലാ സിനിമയും ആർട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വളരെ വൈകിയാണ് വിയറ്റ്നാം കോളേജിൽ അദ്ദേഹത്തിൻ്റെ അവാർഡ് കിട്ടിയത്. അതേസമയം ഇവരുടെ ബാക്കിയുള്ള എല്ലാ സിനിമ ആർട്ട് ഡയറക്ടർ അദ്ദേഹമാണ്. സംഭവിച്ചെന്താണ്, ഇദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ മാത്രം ഇദ്ദേഹം ചെയ്ത സെറ്റുകൾ അസാമാന്യമാണ്. വിയറ്റ്നാം കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയത് സെറ്റാണ്. അപ്പോൾ സിനിമ കാണുന്ന ഈ ജൂറി വിചാരിക്കും ഇത് ഒറിജിനൽ സംഗതിയാണെന്ന് വിചാരിക്കും. അറിയത്തില്ല, ഇല്ല, മാധ്യമങ്ങൾ വന്നിട്ടില്ല, ഇദ്ദേഹം ചെയ്ത സെറ്റാണെന്ന് ഒരിടത്തും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹത്തോട്, അദ്ദേഹം തീരെ താല്പര്യം കാണിച്ചിട്ട് എത്ര ആളുണ്ട്, എന്തായാലും അവസാനം കിട്ടി. അതൊരു അത്ഭുതമാണത്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും പ്രധാനപ്പെട്ട സിദ്ദിഖ് ലാലിൻ്റെയും ഫാസിലിൻ്റെയും ഐവിശ്വൻ ദേവാസിൻ്റെയും ഒക്കെ ചെയ്ത എത്രയോ തമിഴ് ഇതൊക്കെ സിനിമ ചെയ്ത ഒരാളാണ്. ഇതിൻ്റെ ജീവിത സാഹചര്യത്തിലാണ് ഇതിനൊരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ മീഡിയയിൽ വരാതിരുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളത് ആണ്. പിന്നെ മാത്രമല്ല ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത രാജ്മോഹൻ ഈ അങ്ങ് സൃഷ്ടിച്ചിരിക്കും. പിണറായി വിജയൻ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നത് അദ്ദേഹം ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കുവാണല്ലോ. പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു, കോവിഡിൽ നിന്ന് രക്ഷിച്ചു. കോവിഡിൽ ശരിക്കും മോഷണം മാത്രം നടന്നു. അതായത് 150-200 രൂപയ്ക്ക് കൊടുക്കേണ്ട PPT കിട്ടിയിട്ട് 3000 രൂപയ്ക്ക് കൊടുക്കുന്നു. പച്ചക്കറിക്കടയിൽ CPM-കാരെ പച്ചക്കറിക്കടക്കാർക്കാണ് ഇറക്കുമെന്ന് നടത്തുന്നത്. അതായത് അടിമുടി അഴിമതി നടത്തി, അടിമുടി തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ചിട്ടും കോവിഡിൽ നിന്നും കേരളത്തെ രക്ഷിച്ചു. നിപ്പ ഉണ്ടോ എന്ന് നമ്മൾ ഞാൻ അറിയത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിപ്പ പിണറായി ഉള്ള കാരണം നിപ്പ മേടിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി ഇലക്ഷൻ വീണ്ടും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നടത്തി ഇത് അടിച്ചേൽപ്പിച്ച് കിറ്റ് കൊടുത്തിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഇവർ കഴിയുന്നു. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആടുജീവിതവും സിനിമ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഹൈപ്പിൽ അങ്ങോട്ട് ഭയങ്കര സംഭവം എന്ന് ഓർത്ത് ഒരു 30% എഡിറ്റ് ചെയ്ത് കളയാവുന്ന സിനിമയായിരുന്നു. അതാണ് ലെങ്ത് കൂടി ലാഗുണ്ട്, വൻതോതിൽ ലാഗുണ്ട്, ഭയങ്കര ലാഗ്. എന്നിട്ട് ആ സിനിമ മികച്ച കലാമൂല്യം എന്ന് പറഞ്ഞാൽ എന്താ പറ്റുന്നത്? 30%. പണ്ടേതോ മലയാള സിനിമ റിലീസ് ചെയ്യാത്ത സിനിമയ്ക്ക് 70-കളിലെങ്ങാണ്ട് ഈ മികച്ച ജനപ്രിയ നടി സിനിമയ്ക്കുള്ള അവാർഡ് കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട്. അത് ഏത് സിനിമയെന്ന് എനിക്ക് മറന്നുപോയി. ഡൂൺ എന്ന് പറയുന്നൊരു സിനിമ ഇംഗ്ലീഷിലാണ്. ഞാൻ ഈ ആടുജീവിതം കണ്ടതിന് ശേഷം ഇംഗ്ലണ്ടിൽ പോയി ഞാൻ സിനിമ കണ്ടു. ആ സിനിമയിലെ ഈ മരുഭൂമിയുടെ ആ സിനിമയിലെ മരുഭൂമി അവതരിപ്പിക്കുന്നു, അതിലെ ശബ്ദം അവതരിപ്പിക്കുന്നു ഒക്കെ കാണുന്നവർക്ക് ഒരിക്കലും ആടുജീവിതത്തിന് ഓസ്കാർ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ഇപ്പോൾ ഏതൊരു ഇതിൻ്റെ അകത്തൊരു കൊടുങ്കാറ്റ് വന്നപ്പം മണൽക്കാറ്റ് ഭയങ്കര സംഭവമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഡൂൺ കണ്ടവരെ നമ്മളിങ്ങനെ ചങ്കിടിച്ചിരിക്കും. ഈ ഡൂണിലെ മണലിൻ്റെ മൂവ്മെൻറ്റുകൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരം ജീവിയുണ്ട്, എന്തിനെ വിഴുങ്ങും, വലിയ ടാങ്കറുകളും അവിടെ ഇരിക്കുന്ന സകലം വിഴുങ്ങുന്നൊരു ജീവിയുണ്ട്. അതിങ്ങനെ വരുന്നത് കാണുമ്പോഴേ ഈ മരുഭൂമിയിലെ ഏറ്റവും വലിയ പരിശീലനം അവിടെ ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ നടക്കുന്നവരുടെ പരിശീലനം എന്ന് പറഞ്ഞാൽ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അവരിതിനെ ആയുധമാക്കും. അതായത് ഇത് ഇളകുമ്പോൾ ഇതൊരു പ്രത്യേകതര ശബ്ദം കേൾക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം ഈ ശബ്ദം ഇങ്ങനെ കേൾപ്പിച്ചാൽ ഈ സാധനം വരും. അതിൻ്റെ മണ്ടയിൽ ഇരുന്ന ഒരു പ്രത്യേക തരത്തിൽ ഇതിനെ പോയി മറ്റൊരു ശത്രുവിനെ കീഴടക്കാൻ പറ്റും.
അപ്പോൾ ഈ സിനിമയൊക്കെ കാണുന്നവന് ആടുജീവിതം എന്ന് പറയുന്നത് ഒരു ശതമാനം പോലുമില്ല ഡൂൺ വെച്ച് നോക്കുമ്പോൾ. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത മനുഷ്യരാണ് ഈ പറയുന്ന ആടുജീവിതം ഭയങ്കര. അതേസമയം ആടുജീവിതം തീരെ മോശം സിനിമയൊന്നും അല്ല, ഒരിക്കലല്ല. ആടുജീവിതം നമ്മൾ മലയാളത്തിലെ ഒരു വല്ലാത്ത പരിശ്രമം തന്നെ. നല്ലൊരു ടീമുണ്ട് അതിൽ സാങ്കേതിക വിദഗ്ധന്മാരും എല്ലാം അതിപ്രഗത്ഭന്മാരായിരുന്നല്ലോ. അതൊരു പ്രധാന ഘടകമാണ്. പക്ഷെ എന്നാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കാണാൻ കഴിയില്ല സിനിമ. അപ്പം ഈ ഉള്ളൊഴുക്ക് പോലുള്ളൊരു സിനിമ, അതിൻ്റെ അകത്തുള്ള ആ ഒരു തനിമയും അതിൻ്റെ സൗണ്ട് പോട്ടെ, നമ്മൾ ഈ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദം, വെള്ളത്തിൻ്റെ ശബ്ദം നിങ്ങൾ കണ്ടോ? അതില്ല, ഞാൻ കണ്ടില്ല. ആ സിനിമ കാണണം. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സിനിമ ഉള്ളൊഴുക്ക. നമ്മളിപ്പം ഒരുപാട് സിനിമ പ്രേമലു, മഞ്ഞുമേൽ ബോയ്സ് ഒത്തിരി കണ്ടല്ലോ. പക്ഷേ ഏറ്റവും നല്ല സിനിമ ഉള്ളൊഴുക്കാണ്. അത് വേണ്ട തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരു ക്രിസ്റ്റോ എന്നങ്ങോട്ട് പറഞ്ഞൊരു ഒരു കൽക്കട്ട പഠിച്ചിട്ട് സത്യത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് പയ്യനിറക്കി. അവൻ്റെ ആദ്യത്തെ സിനിമ അവന് ഇതിനു മുമ്പ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ ഹിന്ദിയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ആ സിനിമയുടെ ഒരു ശബ്ദത്തിൻ്റെയും സൗന്ദര്യവും അതിൻ്റെ വിഷ്വൽ എഫക്റ്റും, സാധാരണ സിനിമ, ഒരു കുട്ടനാട്ടിൽ നടക്കുന്ന ഒരു സിനിമ, കുട്ടനാട്ടിലെ വെള്ളം, കുട്ടനാട് കായൽ, അവൻ എനിക്ക് കുട്ടനാട് കാണുന്നു. ആ കുട്ടനാട്ടിലെ വെള്ളത്തിലൂടെയുള്ള വള്ളത്തിൻ്റെ യാത്രകളും മനുഷ്യജീവിതത്തിൻ്റെ, അതായത് ഈ ഉർവശിയാണ് അതിൻ്റെ നായിക. ഉർവശിക്ക് മികച്ച അവാർഡ് കിട്ടി. തരക്കേടില്ല, കിട്ടിയതിൽ കുഴപ്പമില്ല. പക്ഷേ ഉർവശിയേക്കാൾ നന്നായി അഭിനയിച്ചത് പാർവതിയാണ്. അസാധാരണ അഭിനയം. ഞാൻ പറഞ്ഞത് ഒരു വലിയ ജീവിത സംഘർഷം മനസ്സിൽ പേറുകയും എന്നാൽ അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാതെ ബോൾഡായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന, അതേസമയം തൻ്റെ ജീവിതത്തിലെ എല്ലാ തിരിച്ചടികളും എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുമ്പോഴും സമാന്തരമായി വളരെ ശാന്തമായി ആനന്ദം കണ്ടെത്തുന്ന, ഇതിലൊന്നും ഒരു നാണമോ മറവോ ഒന്നും ഇല്ലാതെ ബോൾഡായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഒന്നാം തരം കഥാപാത്രമാണ് പാർവതിയുടെ. പുള്ളി ഈ രണ്ടുപേർക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പാർവതി മറ്റേ ഉർവശിയുടെ കഥാപാത്രത്തിനും പാർവതി ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പക്ഷേ ഈ രഹസ്യങ്ങൾ ഒക്കെ ഇവരെല്ലാം പലപ്പോഴും നമ്മുടെ ഒരു സാമൂഹിക സങ്കല്പത്തിൽ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വില്ലത്തിമാരായി മാറാറുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേരും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ രണ്ടുപേരും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതേസമയം ഇവരുടെ മാനസിക സംഘർഷങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് വെള്ളത്തിൻ്റെ ശബ്ദത്തിലൂടെയും ആ ഒരു ചലനത്തിലൂടെയും ഒക്കെയാണ്. ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മാത്രമാണ് സിനിമ. അതിന് ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളാണ്. എത്ര വ്യത്യസ്തമായ സിനിമ അനുഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ സിനിമയാണ് യഥാർത്ഥത്തിൽ മികച്ച സിനിമയാവേണ്ടത്. മികച്ച അഭിനയത്തിന് ഇപ്പോൾ എന്തായാലും ഒന്ന് കിട്ടി. അത്രയ്ക്ക് മനോഹര ഒരു സിനിമയാണ്. എന്തായാലും ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ 7 അയൽപക്കത്ത് എത്താനുള്ള യോഗ്യത പൃഥ്വിരാജിന് ഇല്ല. മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ, മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ, അതിലെ അഭിനയം, അതും പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലെ നജീബുമായിട്ട് ഒരു താരതമ്യം ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും അവാർഡ് കമ്മിറ്റികളിൽ ഇത്തരം വിഷയങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അയാൾക്ക് ഇനി ഒരു അവസരം കിട്ടുമല്ലോ, ഇതിനില്ല, നമുക്ക് തൽക്കാലം കൊടുക്കാം. പക്ഷേ അതോ ദേശീയ അവാർഡിനോ ആ നടനോട് അപ്പം നന്നായി പെർഫോം ചെയ്ത് ആ ചെറുപ്പക്കാരൻ ഒഴിവാക്കിയിട്ട് പ്രായമുള്ള ആൾ, അയാൾക്ക് പ്രായമായാലും ആളും കൊടുത്തേക്കാം, ഇയാൾക്ക് വേണമെങ്കിൽ നാളെയും കിട്ടുമല്ലോ എന്ന് പറയും. പിന്നെ ഈ ചെറുപ്പക്കാരൻ കിട്ടാതെ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ദേശീയ കായിക പുരസ്കാരങ്ങൾ ഇപ്പം മോദി വന്നതിന് ശേഷം എല്ലാം ശരിയായി. നേരത്തെ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വൈഫിന് 2000 ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു. 2002 ഏഷ്യൻ ഗെയിംസ് മെഡൽ കിട്ടിയിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലെല്ലാം ഒരുപാട് മെഡൽ കിട്ടി. ആ സമയങ്ങളൊക്കെ ആയിരുന്നു അർജുന അവാർഡ് കിട്ടേണ്ടിയിരുന്നത്. വെറുതെ റിലേയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും അർജുന അവാർഡ്. പക്ഷേ അവൾക്ക് ആ സമയത്ത് കിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭൂമിക്ക് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. 2002 ഏഷ്യൻ ഗെയിംസ് മെഡൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുതിയ നിയമം കൊണ്ടുവന്നു. ഈ അവാർഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മാനദണ്ഡം കൊണ്ടുവന്നു. ആ മാനദണ്ഡം കൊണ്ടുവന്നപ്പോഴത്തേക്ക് കിട്ടാൻ പെൻഡിങ്ങിൽ കിടന്ന അന്നത്തെ അത്ലറ്റിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ലളിത് ബനോട്ടിൻ്റെ ഭാര്യ 20 കൊല്ലം മുമ്പ് സ്പോർട്സ് ചെയ്തിരുന്നതാണ്. അവരടക്കമുള്ളവരെ ലിസ്റ്റ് കയറ്റി അങ്ങ് വിട്ടു. കാരണം വെച്ചാൽ അടുത്ത കൊല്ലം വരാൻ പറ്റത്തില്ല, ഇവർക്ക് കിട്ടിയില്ല. പക്ഷേ അടുത്ത കൊല്ലം മാനദണ്ഡം വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ പിന്നെ അടുത്ത 2 കൊല്ലം, പ്രത്യേകിച്ച് 2004 ഇവിടെ മത്സരം നിർത്തുന്നു. 2002 കിട്ടേണ്ടത്, 2003 പ്രത്യേകിച്ച് കാര്യമായ മത്സരമില്ല. 2004 മത്സരം നിർത്തുന്നു. 3 കൊല്ലത്തെ മാനദണ്ഡം, പുതിയ മാനദണ്ഡം 3 കൊല്ലത്തെ പെർഫോമൻസ് പരിഗണിക്കുന്നത്. 3 കൊല്ലത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ യോഗ്യതയില്ല. അതേസമയം ഇവളേക്കാൾ മോശം ആളുകൾക്ക് അടുത്ത വർഷം അവാർഡ് കിട്ടുന്നുണ്ട്. കാരണം ഈ 3 കൊല്ലത്തെ യോഗ്യത വെച്ച് നോക്കുമ്പോൾ ഇവൾക്കില്ല, ഒരിക്കലും അവാർഡ് കിട്ടാതെ. അത് അർജുന
ഈ വഴിയെ പോകുന്നവർക്കൊക്കെ അർജുന കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി കിട്ടി, ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു, ഹൈ ജമ്പിൽ ആരും ഇത് ചെയ്തിട്ടില്ല, പുരസ്കാരം കിട്ടിയില്ല. അപ്പോൾ ഈ പുരസ്കാരത്തിന് ഇങ്ങനെ കുഴപ്പമുണ്ട്. എനിക്കൊരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ, 2018 മികച്ച സിനിമയല്ല ആടുജീവിതം. തീർച്ചയായും ഒരു സംശയം വേണ്ട കാര്യത്തിൽ. മമ്മൂട്ടിയേക്കാൾ നല്ല നടനല്ല പൃഥ്വിരാജ്. ഈ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ പുരസ്കാരം എങ്ങനെയാണെന്നേ ഉള്ളൂ. മമ്മൂട്ടിയേക്കാൾ മികച്ച നടനല്ല പൃഥ്വിരാജ്. ആടുജീവിതത്തെക്കാൾ വളരെ നല്ല സിനിമയാണ് 2018. ആര് എന്ത് പുരസ്കാരം കൊടുത്താലും അതങ്ങനെ തന്നെ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.